വർക്ക് എന്ന് വെച്ചാൽ എന്താ ശരിക്കും പറഞ്ഞാൽ PR വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഒരു ബിഗ് ബോസിലേക്ക് കയറുന്ന ഒരു വ്യക്തി, അതായത് ഇപ്പം നമ്മൾ ഈ കയറി തന്നെ വേണ്ട, ഇപ്പം നമ്മൾ കയറിയിട്ട് ഇത്ര ഔട്ടായ ഫസ്റ്റ് ഒരു കുട്ടിയില്ലേ, ഒരു ഇവരൊക്കെ ഔട്ടായി. പക്ഷെ ഇവരൊക്കെ ആരാണെന്ന് അറിയിക്കാൻ ഒരു നല്ലൊരു PR ഉണ്ടായിരുന്നെങ്കിൽ അവരവിടെ നിന്നാണ്. അല്ലേ അപ്പാനി പോയത് പറയാൻ എനിക്കറിയില്ല, എല്ലാവരെയും നമ്മൾ പറയുന്നില്ല. അതായത് അവരാരാണെന്ന് ജനങ്ങളെ അറിയിച്ചായിരുന്നെങ്കിൽ, അവരുടെ പഴയ കാലത്തെ കാര്യങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ആരാന്ന് അറിയിച്ചായിരുന്നെങ്കിൽ, ഒരു PR അതിനു വേണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അവരവിടെ ഔട്ടാവില്ല. അവിടെ ഔട്ടാവേണ്ട വേറെ അതിലും വലിയ ആൾക്കാരുണ്ടായിരുന്നു, അവര് അങ്ങനെ അല്ലേ? അല്ല, ഈ PR ഇപ്പൊ പറഞ്ഞ സംഭവം OR ആണ്. PR എന്ന് പറഞ്ഞ സംഭവം വോട്ട് മറിക്കുന്ന പരിപാടിയാണെന്ന് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. പറയാം. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അതായത് ആമസോൺ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫെയിം, അതിനകത്ത് നമുക്ക് സാധാരണ ആൾക്കാർക്ക് കയറി വോട്ട് പറിക്കുകയാണെങ്കിൽ ഹോട്ട്സ്റ്റാർ ആമസോൺ അല്ലെന്ന് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞില്ലെന്നുള്ളൂ. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ഒരു ഇതിനകത്ത് കയറി നമ്മൾ ഈ വോട്ട് മറിക്കാനുള്ള കഴിവ് നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് കോടിക്കണക്കിന് രൂപയുള്ള വിലയുള്ള സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കുണ്ട്. സിനിമകളായിട്ട് അത് കേട്ടാൽ പോരെ, മനസ്സിലായ? അതായത് ബിഗ് ബോസ് സീസണിൽ എൻ്റെ അഭിപ്രായമാണ് 2 സീസൺ വരെ ആൾക്കാർക്ക് നല്ല കള്ളൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെനിക്കറിയാം. 2 സീസൺ വരെ, ഫസ്റ്റ് 2 സീസൺ വരെ അതൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് 2 സീസൺ വരെ കള്ളൗട്ട് ചെയ്യാൻ പറ്റുന്ന സജ്ജീകരണം ഉണ്ടായിരുന്നു. അത് സജ്ജീകരണം അത് അതായത് നമ്മുടെ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുക. അത് അവര് നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യും. PR ഞാൻ ബിഗ് ബോസിലുള്ള സമയത്ത് തന്നെ ഇവിടെ മൊത്തം പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, ജിൻഡോനെ വിജയിപ്പിക്കുക, ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സിനിമ ഇറങ്ങാണ്, എന്തിനാ പോസ്റ്റ് വെക്കണേ? എന്തിനാ വെക്കണേ? സിനിമ വെക്കണേ? സിനിമയ്ക്ക് എന്തിനാ PR? ലാലേട്ടനെ നമ്മൾക്ക് അറിയില്ലേ? ലാലേട്ടൻ എന്തിനാ പോസ്റ്റ്? നമുക്ക് ലാലേട്ടൻ്റെ പടം അറിയാമല്ലേ? അത് PR എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളെ അടക്കം ഈ ഇരിക്കുന്ന വ്യക്തികളിൽ ഒരാളെ വെച്ച് നോക്കുമോ? ആരും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യില്ല, നിങ്ങൾ മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അല്ലേ സത്യല്ലേ? ബിഗ് ബോസിൽ നിൽക്കുന്ന ലാലേട്ടനെ പ്രൊമോഷൻ ചെയ്യാൻ ആശീർവാദം ഉണ്ട്. അങ്ങനെ മമ്മൂട്ടി ആയാലും സുരേഷ് ഗോപി ആയാലും ഏത് ആൾക്കാരായാലും അവർക്ക് PR എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണം. ബുദ്ധി ഇല്ലാത്തവരുടെ PR വെച്ചാൽ പോത്തെ, അത് അതിനുള്ള ബോധം വേണം. എനിക്ക് PR ഉണ്ടായിരുന്നു. PR ഈ പറഞ്ഞ അനുകൂൽ കൊടുക്കാൻ 16 കോടി കൊടുത്തു. അനുകൂൽ പറഞ്ഞു, ആരാ പറഞ്ഞു? 14 ലക്ഷം കൊടുക്ക. അങ്ങനത്തെ കഥയല്ല. ശരിക്കും അനുമോൾക്ക് 16 ലക്ഷം ഉണ്ടെന്ന് ഉറപ്പാണല്ലേ? എനിക്കറിയില്ല കേട്ടോ, സത്യം പറ. കാരണം എനിക്ക് ഞാൻ അനുമോൾക്ക് 16 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞില്ല. അതായത് നിങ്ങളെ മീഡിയക്കാരും ആൾക്കാരും പറയുന്നുണ്ട് 14. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഇന്നലെ തന്നെ ഒരു 2 പേര് പുറത്തയക്കണ ഏതോ ഒരു ചെക്കൻ, അതിന്റെ പേര് പോലും എനിക്കറിയില്ല, ഏതുണ്ടെന്ന് എനിക്കറിയില്ല. അതൊരു കിളുന്ന സാധനം. എന്നിട്ട് പറയാ ജിൻഡു അങ്ങനെ PR ജയിച്ചേ, അങ്ങനെ PR ആൾക്കാർ ജയിക്കരുത്. അങ്ങനെ അവനോട്ടെ അവൻ അവിടെ PR ലെന്ന് എനിക്ക് തോന്നണ്ട അവന് PR ലെന്ന്. അവിടെ കയറിയേക്കണ എല്ലാവർക്കും PR ഉണ്ട്, എല്ലാവർക്കും PR ഉണ്ട്. എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, PR ഉണ്ടായിരുന്നു. PR എന്തിനാന്ന് മനസ്സിലായോ? ഞാൻ 16 ലക്ഷം വോട്ടിന് പുള്ളി ജയിച്ചിട്ടുണ്ട്. ഈ 14 ലക്ഷം വോട്ട് വെറുതെ ആൾക്കാർ ചെയ്യുമോ? ആർക്ക്? ഞാനാ കൂടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ എടുത്ത് കൊടുത്തോ. 1.5 ലക്ഷം അടുത്ത് ഞാൻ പോയിപ്പോ കൊടുത്തിട്ടുണ്ടായില്ല, കുറച്ച് കൊടുത്തുള്ളൂ. വന്നപ്പോ കൊടുത്തു, അഡ്വാൻസ് കുറച്ച് കൊടുത്തു, ബാക്കി വന്നപ്പോ കൊടുത്തു. 1.5 ലക്ഷം അടുത്ത് കൊടുത്തുള്ളൂ. ടോട്ടൽ എത്ര കൊടുത്തുള്ളൂ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ 14 ലക്ഷം രൂപയുടെ കാര്യമൊക്കെ ഇവരുടെ കാര്യം പറയണില്ലേ? ഒരു PR ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഇപ്പൊ നിങ്ങളും വലിയ ക്യാമറമാനായിരുന്നു വെച്ചോ, നിങ്ങൾ സിനിമ ഷൂട്ട് ചെയ്യലാണ്, നിങ്ങൾക്ക് എത്ര ആശ വേണം? എനിക്ക് 1 കോടി വേണം നിങ്ങൾ പറയില്ലേ? എന്നുവെച്ചാൽ അവിടെ നിന്ന് 1 കോടി കിട്ടുമോ? 15 ഉള്ളൂ. അപ്പൊ നമുക്ക് 15 കിട്ടാൻ വേണ്ടി 1 കോടി പറയണേ. PR കമ്പനി ആരായിരുന്നു?